എലത്തൂരിൽ NCP അജിത് പവാർ വിഭാഗം മത്സരരംഗത്തേക്ക് സ്ഥാനാർത്ഥി പി കെ ശശീന്ദ്രന് ഇത്തവണയും ക്ലോക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ലഭിക്കുന്നത്. ക്ലോക്ക് ചിഹ്നം അനുവദിക്കരുത് എന്ന എ കെ ശശീന്ദ്രൻ്റെ ആവശ്യം അംഗീകരിച്ചില്ല. എ കെ ശശീന്ദ്രൻ കാഹളം മുഴക്കുന്ന മനുഷ്യൻ ചിഹ്നത്തിൽ മത്സരിക്കും എന്നാണ്. അതായത് എലത്തൂരിൽ NCP അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി പി കെ ശശീന്ദ്രന് ഇത്തവണയും ക്ലോക്ക് കിട്ടുന്നു. ക്ലോക്ക് ചിഹ്നം അനുവദിക്കരുതെന്ന എ കെ ശശീന്ദ്രൻ്റെ ആവശ്യം. ഈ രണ്ട് ശശീന്ദ്രന്മാർ വരുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്ന പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഒന്നുകൂടി വായിച്ചത്. രാഹുൽ, ആ കൺഫ്യൂഷൻ തീർക്കും. ഇത് എങ്ങനെയൊക്കെയാണ് ചിഹ്നം അംഗീകരിച്ചിരിക്കുന്നത്? ദിവിഷ, അത് തന്നെയാണ്. NCP ദേശീയ തലത്തിൽ അത് രണ്ടായി പിളർന്നു. ഒന്ന് ശരത് പവാർ വിഭാഗവും അതുപോലെ അജിത് പവാർ വിഭാഗവും. NCP അജിത് പവാർ വിഭാഗത്തിൽ നിന്ന് ഇത്തവണ എലത്തൂരിൽ സ്ഥാനാർത്ഥിയുണ്ട്. സ്ഥാനാർത്ഥിയുടെ പേരും ശശീന്ദ്രൻ എന്നതാണ്, പി കെ ശശീന്ദ്രൻ എന്നാണ്. കഴിഞ്ഞ തവണ അവിടെ വർഷങ്ങളായി എലത്തൂരിൽ മത്സരിച്ച് വിജയിച്ചു വരുന്നത് എ കെ ശശീന്ദ്രനാണ്. എ കെ ശശീന്ദ്രൻ ഇത്തവണ നാമനിർദ്ദേശ പത്രിക നൽകിയത് NCP ശരത് പവാർ വിഭാഗം, NCP SP എന്ന പാർട്ടിയുടെ പേരിലാണ്. അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചത് പ്രകാരമുള്ള ചിഹ്നം കാഹളം മുഴക്കുന്ന മനുഷ്യനാണ്. NCP അജിത് പവാർ വിഭാഗത്തിന് ക്ലോക്ക് ചിഹ്നവും. അതായത് യഥാർത്ഥ NCP എന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചത് അജിത് പവാർ വിഭാഗത്തെയാണ്. അതുകൊണ്ട് മുൻ വർഷങ്ങളിലൊക്കെ അവർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു വന്ന ക്ലോക്ക് ചിഹ്നം അജിത് പവാർ വിഭാഗത്തിന് നൽകുകയും ചെയ്തു. ഇത്തവണ ഏതായാലും ഒരേ പേരോടുകൂടിയുള്ള ശശീന്ദ്രൻ എന്ന പേരോടുകൂടിയ സ്ഥാനാർത്ഥി തന്നെ മുൻ വർഷങ്ങളിൽ എ കെ ശശീന്ദ്രൻ മത്സരിച്ച് വിജയിച്ച ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നതാണ് എലത്തൂരിലെ സാഹചര്യം എന്ന് പറയുന്നത്. ക്ലോക്ക് ചിഹ്നം ഈ പി കെ ശശീന്ദ്രന് അനുവദിക്കരുത് എന്നൊരാവശ്യമാണ്. അങ്ങനെയുള്ളൊരു പോരാട്ടമാണ് എ കെ ശശീന്ദ്രൻ വിഭാഗം നേരത്തെ മുതൽ തന്നെ നടത്തി വന്നിരുന്നത്. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. ക്ലോക്ക് ചിഹ്നം ഈ അജിത് പവാർ വിഭാഗത്തിൽ നിന്നുള്ള പി കെ ശശീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇതിനൊരു കാരണമായി കെ ശശീന്ദ്രൻ വിഭാഗം പറഞ്ഞിരുന്നത്, ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് പാർട്ടിയുടെ ഒരു ലെറ്ററായി വെക്കേണ്ടതുണ്ട്. അതിൽ ഒപ്പുവെച്ചതിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ക്ലോക്ക് ചിഹ്നം അനുവദിക്കരുത് എന്നതായിരുന്നു. പക്ഷേ വരണാധികാരി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ ഒരു ആവശ്യം നിരാകരിച്ചുകൊണ്ട് പി കെ ശശീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിക്കാണ് ക്ലോക്ക് ചിഹ്നം നൽകിയിട്ടുള്ളത്. എന്തായാലും എലത്തൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ തന്നെ തോന്നുന്നത്. കാരണം രാഹുലെ, ഇതിപ്പോ 3 തവണയും ഈ പേരുകളും ചിഹ്നങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ആ താക്കോൽ അവിടെ തന്നെ വെച്ചാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വോട്ടർമാർ പോയി. ഇതിപ്പോൾ വോട്ടൊക്കെ അങ്ങ് ആകെ മാറി മാറി കുത്തിപ്പോകും തോന്നുമല്ലോ. ഇത് ആരെങ്കിലും തോക്കാനൊക്കെ കാരണമാവോ? ദിവിഷ, അത് തന്നെയാണ്. അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കുക എന്നത് ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ വലിയ തിരിച്ചടിയായി ഒന്നും മാറില്ല എന്നൊരു പ്രതീക്ഷ എ കെ ശശീന്ദ്രൻ വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ക്ലോക്ക് ചിഹ്നം മറ്റേ സ്ഥാനാർത്ഥിക്ക് നൽകിയത് എന്നുകൂടിയാണ് അവർ പറയുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ അതിൻ്റെ നേതാവ് സുരേഷിൻ്റെ പ്രതികരണം തേടുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഒരു വിഷയം ദിവസങ്ങളായി ഇങ്ങനെ നിലനിർന്നു വരുന്നതാണ്. കഴിഞ്ഞ ദിവസം ഈ പി കെ ശശീന്ദ്രൻ്റെ നാമനിർദ്ദേശ പത്രിക അത് വരണാധികാരി നൽകിയ സ്ലിപ്പ് അജ്ഞാതൻ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു, അതായത് സ്വീകരിച്ചതിന് ശേഷം ഒരു സ്ലിപ്പ് നൽകും. ആ സ്ലിപ്പ് വരണാധികാരിയുടെ മേശപ്പുറത്ത് വെച്ചതാണ്. അവിടെ വെച്ച സ്ഥലത്ത് നിന്ന് അജ്ഞാതൻ, ആരും അറിയാത്ത ഒരാൾ എടുത്തുകൊണ്ട് പോയി എന്നതടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. തുടർന്ന് വരണാധികാരിക്ക് പരാതി ലഭിച്ചു. അത് ജില്ലാ കളക്ടർക്ക് കൈമാറി. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ എലത്തൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഇപ്പോൾ ഏതായാലും തിരഞ്ഞെടുപ്പ് ചിത്രം അന്തിമമായി വ്യക്തമാകുന്ന സമയത്ത് പി കെ ശശീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി ക്ലോക്കിലും 3 തവണ എലത്തൂരിൽ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച എ കെ ശശീന്ദ്രൻ ഈ കാഹളം മുഴക്കുന്ന മനുഷ്യൻ എന്ന ചിഹ്നത്തിലും മത്സരിക്കുകയാണ്. ഈ വോട്ടർമാർക്ക് ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാക്കാതെ വോട്ട് പെട്ടിയിലാക്കുക എന്നത് ഈ എ കെ ശശീന്ദ്രൻ വിഭാഗത്തെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് കൂടിയാണ്.